ഇന്ത്യൻ ക്രിക്കറ്റിലെ ആ പതിവ് കാഴ്ച ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സഞ്ജു സാംസൺ വീണ്ടും ഒഴിവാക്കപ്പെടും. 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ഉയർത്തിയത് തന്നെ സഞ്ജുവിന്റെ കരുത്തിലാണ്. എന്നാൽ അതിനുശേഷം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ സഞ്ജു സാംസണെ കറിവേപ്പില പോലെയാണ് BCCI എടുത്ത് പുറത്തു കളയുന്നത്. അടുത്തതായി നടക്കാൻ പോകുന്ന സിംബാബ്വെ സീരീസിനുള്ള ഇന്ത്യൻ 2020 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണ് ടീമിൽ ഇടമില്ല. കഴിഞ്ഞ 3 മത്സരങ്ങളിലെ മോശം ഫോം ചൂണ്ടിക്കാണിച്ചാണ് സഞ്ജുവിനെ ഇപ്പോൾ ടീമിൽ നിന്നും വെട്ടിനിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു പുതിയ വ്യാഖ്യാനവും നൽകുന്നുണ്ട്. സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതാണ് എന്നാണ് പറയുന്നത്. സിംബാബ്വെ ടൂറിൽ ഇംഗ്ലണ്ട് സീരീസിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച കൗമാര താരം വൈഭവ് സൂര്യവംശി ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ റിങ്കു സിംഗ് ടീമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ശ്രേയസ് അയ്യരാണ് ടീമിനെ നയിക്കുന്നത്. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഇഷാൻ കിഷൻ ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി വരുമ്പോൾ 2-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി പ്രഭ്സിമ്രാൻ സിംഗ് ആണ് എത്തുന്നത്. എന്നാൽ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആകും എന്ന് കരുതിയ സഞ്ജു ടീമിൽ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. സഞ്ജുവിനോടുള്ള BCCIയുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ മലയാളി ക്രിക്കറ്റ് ആരാധകർ കടുത്ത രോഷത്തിലാണ്. നിലവിൽ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടീമിൽ അംഗമാണ് സഞ്ജു സാംസൺ. എന്നാൽ തൊട്ടടുത്ത പരമ്പരയിൽ തന്നെ സഞ്ജുവിനെ പൂർണ്ണമായും ഒഴിവാക്കിയ സെലക്ഷൻ കമ്മിറ്റിയുടെ നിലപാടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മറ്റു പല കളിക്കാർക്കും ഫോം വീണ്ടെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ നൽകുമ്പോൾ സഞ്ജുവിന്റെ മുന്നിൽ വെറും 3 മത്സരങ്ങളുടെ മോശം പ്രകടനം ചൂണ്ടിക്കാട്ടി വാതിൽ കൊട്ടിയടക്കുന്നത് എന്തിനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കുറച്ചുനാൾ മുമ്പ് വല്ലപ്പോഴും മാത്രം ടീമിൽ എടുത്തിരുന്ന ഒരു ക്രിക്കറ്ററായിരുന്നു സഞ്ജു. പ്ലേയിങ് 11-ൽ ഉണ്ടെങ്കിൽ ഒരു കളി നന്നായി കളിച്ചില്ലെങ്കിൽ അടുത്ത 10 കളി പുറത്തിരിക്കേണ്ടി വരും. വേറെ ഏതെങ്കിലും പ്ലെയർ നന്നായി കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത കളിയിൽ സ്ഥാനമുണ്ടാകും. എന്നാൽ സഞ്ജു ഒരു മാച്ച് നന്നായി കളിച്ചില്ലെങ്കിൽ ഉടനെ പുറത്തിരുത്തും. ഇന്ത്യയുടെ മുൻ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇന്ത്യ 40 മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട്. വിജയശതമാനം 80-ന് മുകളിലാണ്. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ച ഒരൊറ്റ ദ്വിരാഷ്ട്ര പരമ്പരകളും തോറ്റിട്ടില്ല. കൂടാതെ ഏഷ്യ കപ്പും വേൾഡ് കപ്പും നേടിയിട്ടുണ്ട്. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറച്ച് മത്സരങ്ങളിൽ തിളങ്ങാനായില്ല എന്നത് ശരിയാണ്. പക്ഷേ സൂര്യകുമാർ എന്ന ബാറ്ററെ ഭയക്കാത്ത ഒരു ബൗളിംഗ് നിരയും ലോകത്തുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ടീമംഗങ്ങളോട് ഇത്രയ്ക്ക് ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന ഒരു ക്യാപ്റ്റനെയാണ് പുറത്താക്കിയത്. അത് ശ്രേയസ് അയ്യരെ കൊണ്ടുവരാനല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശുഭ്മാൻ ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലും വാഴിക്കാൻ തന്നെയാണ് BCCIയുടെ നീക്കം. ഗിൽ ഓപ്പണർ ആയതുകൊണ്ട് തന്നെ സഞ്ജു സ്ഥിരമായി ഇനി തഴയപ്പെടാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ജൂലൈ അവസാനം നടക്കുന്ന സിംബാബ്വെ ടൂറിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കുമ്പോഴും സെപ്റ്റംബറിൽ തുടങ്ങുന്ന ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ട് എന്നതാണ്. അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത സിംബാബ്വെ ടൂറിൽ നിന്നും ഒഴിവാക്കി റെസ്റ്റ് കൊടുത്തതാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാകും. ഒരു ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമാകുന്നു, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നു, ഒരു ഇന്ത്യൻ ബാറ്ററുടെ എക്കാലത്തെയും മികച്ച ലോകകപ്പ് പ്രകടനം നടത്തുന്നു, പിന്നീട് 3 മോശം ഇന്നിംഗ്സുകൾ കളിക്കുന്നു, അതോടെ ടീമിൽ നിന്നും പുറത്താകുന്നു. ലോകത്ത് മറ്റൊരു രാജ്യത്തും നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.